6 1 2 3 4 5 6 ഡാ വെയിറ്റ് ഡാ അർജന്റാ അളിയ ഇത് ഇന്നലെ മേടിച്ച് കറക്റ്റ് നോക്കി നിർത്താൻ പറ്റൂല. ഡാ നീ എന്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞല്ലോ അല്ലേ? കാര്യങ്ങളൊക്കെ ഞാൻ മാത്രമല്ല നാട്ടുകാർ മൊത്തം അറിഞ്ഞു. വെള്ളക്കൂലി 4 മില്യൺ രൂപ. അയ്യോ അതിലൊക്കെ വന്നാ പിന്നല്ലാണ്ട് നിങ്ങളിപ്പോ സെലിബ്രിറ്റീസ് അല്ലേ. പിന്നെ ക്ലിനിക്കിനൊരു കൊളാ വിട്ട് തരണം. താമരമാണെങ്കിൽ നീ വെച്ചോ അഡ്വാൻസ് ആയിട്ട്. അതെങ്ങനെ ശരിയാവും? നീ ഇത് വെച്ചു. ഒന്നും തന്നോണ്ടല്ലോ. എടാ ഇവളുടെ ഭർത്താവ് വിചാരിച്ചു വെച്ചേക്കുന്ന ഞാൻ ഇവളും തമ്മിൽ അവിഹിതത്തിലാന്നാ. ഡോക്ടറോട് കള്ളം പറയരുത്. എടാ കോളേജിൽ പഠിക്കാൻ നേരത്ത് ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലായിരുന്നു. അത് നീ എഴുതിയും വെച്ചിട്ടുണ്ട് ബാത്റൂമിന്റെ പിറകെ. അതിന്റെ താഴെ ഞാൻ എഴുതിയും വെച്ചിട്ടുണ്ട് ശിവരാമൻ ലവ് ക്വസ്റ്റ്യൻ മാർക്ക് സ്റ്റിൽ ക്വസ്റ്റ്യൻ മാർക്ക്. എടാ നീ ഇതിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്ക്. സോറി ഡി, ഞാൻ ഈ പ്രാന്തമ്മയോട് ഡീൽ ചെയ്തേ. കണ്ട എന്റെ കൈ പോലും എനിക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ല. കം ടു ദ പോയിന്റ്. ഭർത്താവിനെ കിട്ടുന്നതിന് മുമ്പാണോ അതിനെ കിട്ടിയതിന് ശേഷമാണോ അയാൾക്ക് ഭ്രാന്തായത്? കിട്ടിയതിന് ശേഷമാണ് ഞാൻ കണ്ടു തുടങ്ങിയത്. അപ്പൊ കിട്ടുന്നതിന് മുമ്പ് അപ്പൊ ഞാൻ കിട്ടിയില്ലല്ലോ. ശരിയാളിയാ. ബ്രില്യന്റ് ആൻസർ, സ്മാർട്ട് ഗേൾ. അടുത്ത ചോദ്യം ഇത് ചെയ്യാൻ പിടി. ഫാമിലിയിൽ വേറെ ആർക്കെങ്കിലും മെന്റൽ ഇൽനെസ് ഉണ്ടോ? പുള്ളിയുടെ അച്ഛന് ചെറിയൊരു വട്ടം ഉണ്ടായിരുന്നു. അച്ഛൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? അയാൾ മരിച്ചു. സേബിച്ചെന്റെ ഇതായി ഒന്നുമില്ല. പോ നീ ഇത് പിടിച്ച് പിന്നെ അവള് വരും. വേറെ മരിക്കാത്ത ആരെങ്കിലും ഉണ്ടോ? ഒരനിയനുണ്ട്. അനിയൻ എന്ത് ചെയ്യുന്നു? അവൻ പണ്ട് കഞ്ചാവ് അടിച്ച് നാട് വിട്ട് പോയെന്നൊക്കെയാ പറയുന്നത്. വേണ്ട വിളിക്കണ്ട, അവിടെ തന്നെ വെച്ചേക്ക്. അളിയാളെ പൂട്ടണ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ പറ. സി, ഞാൻ നിനക്ക് 2 മരുന്ന് എടുത്ത് സിറിഞ്ച് തരും. അതിലൊരെണ്ണം നീ അവനെ കുത്തണം. അപ്പൊ 2 എന്തിനാ? ഞാൻ ഒരെണ്ണം സേഫ്റ്റിക്ക് നീ ഞാൻ മരണ അങ്ങ് കുത്തിയാൽ മതി. ഞാൻ തിരിച്ചു തന്നെ. എന്നിട്ട് അവനെ നമ്മൾ കുത്തി മയക്കി ഇവിടെ കൊണ്ടുവന്ന് ഷോക്ക് അടിപ്പിക്കുന്നത്. പിന്നെ നിങ്ങൾക്ക് സുഖമായിട്ട് അഭിത പിടിക്കാം, ജീവിക്കാം. അല്ലടാ എനിക്ക് സിറിഞ്ചൂത്ത അറിഞ്ഞൂടാ. അയ്യേ അമൃതേമസ്, എനിക്ക് പറഞ്ഞൂടാ. അയ്യേ പക്ഷെ എനിക്കറിയാം. ഇനി പറ, ആരാ ക്ലാസ്സിലെ ടോപ്പർ? പറ. എടാ എനിക്ക് ലൈഫ് ഇൻഷുറൻസ് ഒന്നും ഇല്ല. എടാ നിന്നെ അയാള് ചെയ്താൽ ശിക്ഷയൊന്നുമില്ല. ആർക്ക്? അയാൾക്ക്. ഡേ നീ അയാളുടെ നമ്പർ ഒന്ന് അടിച്ചേ. സി, എടാ ഇത് കുത്തുന്നത് ഭയങ്കര എളുപ്പമാടാ. അതല്ലേ പറഞ്ഞ നീ അങ്ങ് കുത്തിക്കോ. നീയല്ലേ ക്ലാസ്സിലെ ടോപ്പർ. ഏറ്റില്ല. ഹലോ ചേട്ടൻ വ്യാജ അഭിഹിതത്തിൽ കുട്ടിക്ക് എബിയാണ് ഈ സംസാരിക്കുന്നത്. ചേട്ടന്റെ ഇപ്പോഴത്തെ ഭാര്യയും എന്റെ പഴയ കാമുകയെ നമുക്ക് ഈ സാറ്റുമുട്ടും കളി അങ്ങ് നിർത്താം. ഞാനിപ്പോ ഒരു ലൊക്കേഷൻ അയക്കാം. ചേട്ടൻ അവിടെ വരികയാണെങ്കിൽ നമുക്കങ്ങ് സംസാരിച്ച് തീർക്കാം.